ഉദാശകളുടെ ഒരു സജീവ സാന്നിധ്യമാണ്. എ പ്രസൻസ് ഓഫ് ഗോഡ്, ദ സാക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവം ഈ ഭൂമിയിൽ എഴുന്നള്ളി പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ ആ ദിവ്യമായ ശുശ്രൂഷ തുടരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് വൈദികർ. ഓരോ നിമിഷവും ആ ശുശ്രൂഷയുടെ ഭാഗമാണ്. അത് കേവലം വേഷത്തിലോ ചുമതലയിലുള്ള വ്യത്യാസമല്ല, ആന്തരികമായ ഒരു പരിവർത്തനമാണ്. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ ഫങ്ഷണൽ ബീയിങ്, ദിസ് ഈസ് എ ചേഞ്ച് ഇൻ ദ ബീയിങ്. നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരമുണ്ടായി. വൈദികരുടെ സംസാരം, ജീവിതം എല്ലാം തന്നെ ഈ മനുഷ്യാവതാരത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് ആക്കിയിരിക്കുകയാണ്. ആ ഒരു നല്ല ബോധ്യം ഉണ്ടാകണം. അതിന് നല്ലതുപോലെ പഠിക്കണം, ദൈവശാസ്ത്രം പഠിക്കണം, മനുഷ്യരോട് സ്നേഹമുള്ളവരായിരിക്കണം, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നവരായിരിക്കണം. ഈ ശുശ്രൂഷയിൽ ഉടനീളം പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി എല്ലാ വൈദികർക്കു വേണ്ടിയും, പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് നിയോഗിതനാകുന്ന ശമാശനും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ദൈവത്തിലുള്ള വിശ്വാസം, തൃത്വത്തിലുള്ള വിശ്വാസം, കൂദാശ, സഭ ഇവയിലുള്ള വിശ്വാസം വൈദികരിന് വളരെ ആവശ്യമാണ്. പഴയ കാലത്തേക്കാൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം പല വിധത്തിലുള്ള ഒരു സിൻക്രറ്റിസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പലതും നല്ലതാണെന്ന് തോന്നി പലതും അനുകരിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമ്മൾ അറിയാതെയും അറിഞ്ഞും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സഭയുടെ വിശ്വാസം എന്താണ് എന്ന് ശരിക്ക് പഠിക്കണം, ദൈവശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ കൂദാശയും അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുങ്ങണം. അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് പോലെ ഓരോ കൂദാശയും ആ വിധത്തിൽ വൈദികൻ്റെ ഒരുക്കത്തോടു കൂടി ആയിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ മാത്യൂസ് ദിയൻ ബാവ ഞങ്ങൾക്കൊക്കെ പട്ടം തരുന്ന അവസരത്തിൽ പറയും, എടോ ഇത് നേരിയതിൽ പൊതിഞ്ഞ അഗ്നിയാണ്. നേരിയതാണ്, വളരെ കനം കുറഞ്ഞ നേരിയത്. അതിൽ അഗ്നി നമുക്ക് തരികയാണ്. ഒന്നിയിൽ താൻ ജ്വലിക്കും, അല്ലെ താൻ ദഹിക്കും. അതുകൊണ്ട് ഈ അഗ്നിയിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം, പ്രകാശമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ശുശ്രൂഷകൾ മറുപടിയായി യാമപ്രാർത്ഥനകൾ മുടക്കം കൂടാതെ നടക്കുകയും ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം മനസ്സിൻ്റെ ഒരു വലിയ ഭാവമാണ്. ഇന്ന് പാട്ടുപാടുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലുമൊക്കെ എല്ലാവരും വളരെ ഉൽപ്പത്തി നേടിയിട്ടുള്ളവരാണ്. അതിനു വേണ്ടിയിട്ടല്ല വിളിച്ചിരിക്കുന്നത്. അതെല്ലാം ആവശ്യമാണെങ്കിലും ഒരു കൂദാശ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, കർത്താവിൻ്റെ മനുഷ്യാവതാരം ഓരോ നിമിഷവും യാഥാർത്ഥ്യമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുയേശുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടാകണം. അത് സംസാരത്തിലുണ്ടാകണം, പെരുമാറ്റത്തിലുണ്ടാകണം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലുണ്ടാകണം, മേലധികാരികളോടുള്ള ബന്ധത്തിലുണ്ടാകണം, പരമേൽപ്പിക്കുന്ന ദൈവജനത്തോടും അവരോടുള്ള മനോഭാവത്തിലും ഉണ്ടാകണം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് അവൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ട് അവിടുത്തെ ജനം അത്ഭുതപ്പെട്ടു, സന്തോഷിച്ചു, ആനന്ദിച്ചു എന്ന് പറയുന്നത് പോലെ ഓരോ വൈദികരെയും കുറിച്ചും സഭാമാതാവ് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും അഭിമാനിക്കുവാനും ഇടയാകത്തക്ക വിധത്തിൽ ദൈവിക ശുശ്രൂഷയിൽ ജാഗ്രതയുള്ളവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാനായിട്ട് ഇടയാകണം. സഹോദര വൈദികരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരൊന്ന് ഒറ്റതിരിഞ്ഞ് നിൽക്കുവാനും സ്വയം തൻകാര്യക്കാരായിട്ട് പോകുവാനുമുള്ളത്. ഒരു സമൂഹത്തിൽ ചേർന്ന് നിന്ന് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പ്രയാസമുള്ളതായാലും എളുപ്പമുള്ളവയായാലും എല്ലാം ഗൗരവത്തോടു കൂടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ഇവിടെ പട്ടംകുട ശുശ്രൂഷയിലുണ്ട്, അതിൻ്റെ കൈയടയാളമാവുന്ന സ്ലീബായുടെ അടയാളം വഹിക്കണം. സ്ലീബായാണ് നമ്മുടെ അടയാളം. അത് ത്യാഗത്തിൻ്റെയും ഉയർച്ചയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. 3 പ്രാവശ്യം പ്രധാന കാർമ്മികൻ എണ്ണീച്ച് സ്വന്തം മധ്യസ്ഥതയിലും പ്രവാചകന്മാരുടെയും നിവ്യന്മാരുടെ മധ്യസ്ഥതയിലും അവസാനം
ദൈവത്തിൻ്റെ മധ്യസ്ഥതയിലും ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഈ കൃത്യത്തിലേക്ക് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് തോളിന്മേൽ ഏവൻഗേലിയോൻ വഹിച്ച് വായിക്കുകയാണ്.